പൊന്നാനിയിൽ ഇത്തവണ LDF ഭൂരിപക്ഷം വർദ്ധിപ്പിക്കും. അതിനുള്ള പ്രവർത്തനങ്ങൾ ഇടതുമുന്നണി ഏറ്റെടുത്ത് നടത്തിവരുന്നു. ഒരു സംവിധാനം ഏറ്റെടുത്ത് വിജയിപ്പിക്കുന്നവരെ ഇടതുപക്ഷം മറ്റൊരു സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് സ്വാഭാവികമാണ്. ഏറ്റെടുത്ത ജോലികൾ ഉത്തരവാദിത്തത്തോടെ ചെയ്തതുകൊണ്ടാവാം പൊന്നാനിയിൽ സ്ഥാനാർത്ഥിയായി ഇടതുപക്ഷം തന്നെ പരിഗണിച്ചതെന്നാണ് കരുതുന്നതെന്നും MK സക്കീർ പറഞ്ഞു. ബേസിക്കലി ഞാൻ ഒരു ലോയറാണ്. സ്വാഭാവികമായിട്ടും നമ്മൾക്ക് വക്കീൽമാരും അല്ലാത്തവരും പ്രൊഫഷണൽസായിട്ടുള്ള ആൾക്കാരെ പല തസ്തികകളിലും ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ് വയ്ക്കാറുണ്ട്. ചില തസ്തികകളിൽ നമ്മൾ ഒരാളെ വെച്ചാൽ അതിനകത്ത് ഒരുപക്ഷെ യാതൊരു തരത്തിലും അത് പെർഫോം ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ വിടുതൽ ചെയ്യുന്നവരുണ്ട്. ചില ആൾക്കാർ പാർട്ടിയും അതേപോലെ ഇടതുപക്ഷ ഗവൺമെൻറ്റും ഏൽപ്പിക്കുന്ന പണി അത് കൃത്യമായ 100% നടപ്പിലാക്കുന്ന ആൾക്കാരാണ്. ഈ 100% നടപ്പിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ കുഴപ്പം എന്താ പറയുക, 100% നടപ്പിലാക്കി കഴിഞ്ഞാൽ അവിടെ ഒരു സർട്ടിഫിക്കേഷൻ ഉണ്ട്. ഏറ്റവും നന്നായി പ്രവർത്തിച്ച ഒരു വ്യക്തി സർട്ടിഫിക്കേഷൻ. സ്വാഭാവികമായും അതിന് തുടർച്ചയായി വന്നൊരു ഗവൺമെൻറ് അതേ ഗവൺമെൻറ് ആണെങ്കിൽ ആദ്യം പരിഗണിക്കുക ഇത്തരത്തിൽ ഒരു വളരെ വ്യക്തമായ രൂപത്തിൽ അതിൻ്റെ ഇടപാടുകൾ നടത്തിക്കൊണ്ട് ആ ഏൽപ്പിച്ച പണി കൃത്യമായി നടപ്പിലാക്കുന്ന ഒരു വ്യക്തിയെ ഒരു റിട്ടയർമെൻറ്റ് കൊടുത്ത് ഇരിക്കുകയാണോ നല്ലത്, അതോ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ വീണ്ടും ഉപയോഗപ്പെടുത്താനോ വേണ്ടുന്നുള്ളതൊരു ചോദ്യം. ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായല്ലോ. റിട്ടയർമെൻറ്റ് കൊടുക്കാതെ അത് ചെയ്യണം. PSC മെമ്പർ PSC ചെയർമാൻ എന്നുള്ള സിംഗിൾ പോസ്റ്റായിട്ട് കണക്കാക്കണം. ഒരു സ്ഥാപനത്തിൻ്റെ ഡിഫറെൻ്റ് ആംഗിൾ എന്നുള്ളൂ. ഒന്ന് അധ്യക്ഷനാവുന്നു, മെമ്പറാവുന്നു, അതൊന്നും കൗണ്ട് ഇല്ല അതിനകത്ത്. ഞാനല്ലെങ്കിൽ വേറെ ആളാവും. ഇപ്പം നിലവിൽ PSC മെമ്പർ ആയിരുന്ന ആളാണ് PSC ചെയർമാൻ എല്ലാം ചർച്ച നടക്കുന്നുണ്ട്, ഇല്ലല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ നമ്മൾ പ്രൊഫഷനിലേക്ക് തിരിച്ചു വരുന്നു. പാർട്ടിയുടെ സജീവമായ ഘടകങ്ങൾ പ്രവർത്തിക്കാൻ തീരുമാനിക്കുന്ന സമയത്ത് സ്വാഭാവികമായും ഒരു വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ട ഒരു മേഖല അവിടെ സംജാതമായി. വഖഫ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ വഖഫ് ആക്ട് വളരെയധികം ഭേദഗതിയിൽ സംഭവിക്കുകയും അതിനെ തുടർന്ന് വഖഫ് സിസ്റ്റം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന സമയത്ത് അതിനെ ഒരു അപകടം സംഭവിക്കാത്ത രൂപത്തിൽ കേരള വഖഫ് സിസ്റ്റത്തെ ഏറ്റെടുക്കാൻ ഒരു കാര്യം പറഞ്ഞാൽ എനിക്ക് അത് കോൺസ്റ്റിറ്റ്യൂഷണൽ പദവി മാത്രമേ അലങ്കരിക്കുള്ളൂ എന്ന് പറയുന്നത്. അതാണ് ഞാൻ പറയുന്നത്. അവിടെ വഖഫ് ബോർഡ് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ഇരുന്ന് ഞാൻ ഇന്ന് തയ്യാറായി വഖഫ് ബോർഡിൽ ഇരുന്നു. ഈ രണ്ട് തസ്തികകളിലാണ് ഞാൻ ഇരുന്നിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് ഇവിടെ ഉണ്ടാവുന്ന ഒരു കഥക്കൊന്നും ഞാനത് നിങ്ങൾക്ക് തന്നെ വിവരം മനസ്സിലായി. കേരളത്തിൻ്റെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഫീൽഡ് ചെയ്യപ്പെടുന്ന സ്ഥാനാർത്ഥികളിൽ പാർട്ടിക്കകത്തും നിന്നുകൊണ്ടും അതേപോലെ തന്നെ മറ്റ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ആ പ്രദേശത്തുള്ള ഒരു ഫിറ്റായിട്ടുള്ള ഒരാളാണെങ്കിൽ നിർത്തുന്ന പക്ഷം നിർത്തും, ആൾ പ്രവർത്തിക്കും. അതിനകത്ത് വേറൊന്നുമില്ല. അതിനകത്ത് എക്സ്പീരിയൻസിന് അതിനകത്ത് ഒരു ന്യൂനതായിട്ട് കാണുന്ന പ്രവണത പൊന്നാനിക്കാർക്കും ഇല്ല, കേരളീയർക്ക് ആർക്കും ഇല്ല. ഇടതുപക്ഷത്തോടൊപ്പം എന്നും നിന്ന മണ്ഡലമാണ് പൊന്നാനി. ഇടതുപക്ഷ ഗവൺമെന്റ് നാടിനു വേണ്ടി ചെയ്ത വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് വോട്ട് ചോദിക്കുന്നത്. എന്നാൽ വോട്ട് ചെയ്യുന്നതിന് വേണ്ടിയല്ല ആനുകൂല്യങ്ങൾ നൽകുന്നത്. 2 വർഷമായി UDF സ്ഥാനാർത്ഥി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു നടത്തുന്നുണ്ടല്ലോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അതൊക്കെ പൊന്നാനിക്കാർ തിരിച്ചറിയുമെന്നും അഡ്വക്കേറ്റ് MK സക്കീർ മറുപടി നൽകി.